ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലാ കലക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരൻ പുഷ്പഹാരം നൽകി ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനെ സ്വീകരിച്ചു. ജില്ലയിൽ ചുമതലയേൽക്കുന്നത് ഏറെ സന്തോഷത്തോടെയും പ്രതീക്ഷകളോടെയും എന്ന് കലക്ടർ വ്യക്തമാക്കി. ഭവന നിർമ്മാണം, വനിതാക്ഷേമം, കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകൾ തുടങ്ങി സർവ്വ മേഖലകൾക്കും ഊന്നൽ നൽകി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബജറ്റിൽ 126,67,67,040 രൂപ വരവും 100,66,30,000 രൂപ ചിലവും 26,01,37,040 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സോയ കെ അവതരിപ്പിച്ചത്. അച്ചാനൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക ബജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ ബജറ്റ് അവതരണം നടത്തി. കാസർഗോഡ് പോസ്കോ കേസിൽ അറസ്റ്റിലായ അധ്യാപകനെ 3 വർഷങ്ങൾക്ക് ശേഷം കോടതി കുറ്റവിമുക്തനാക്കി. തെക്കിൽ സ്വദേശി ഗണേശനെയാണ് പോസ്കോ കോടതി വെറുതെ വിട്ടത്. അറസ്റ്റിലായ അധ്യാപകൻ ജയിലിൽ കഴിഞ്ഞത് 60 ദിവസം. 3 വർഷങ്ങൾക്ക് ശേഷമാണ് അധ്യാപകനെ കുറ്റവിമുക്തനെന്ന് കണ്ടെത്തി കോടതി വെറുതെ വിട്ടത്. കാസർഗോഡ് പള്ളിക്കര പഞ്ചായത്തിൽ 14 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെങ്കല്ലറ കണ്ടെത്തി. മഹാശില സംസ്കാരത്തിന്റെ ചരിത്ര ശേഷിപ്പുകളായ ചെങ്കല്ലറയാണ് കണ്ടെത്തിയ ഗുഹ എന്ന് സ്ഥിരീകരിച്ചു. APCCയുടെ ആഹ്വാനപ്രകാരം യുദ്ധഭീകരതയ്ക്കെതിരെ മനുഷ്യരാശിയുടെ സമാധാനത്തിനായി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ മെഴുകുതിരി തെളിയിച്ചുകൊണ്ട് സമാധാന സംഗമ സദസ്സ് സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സമാധാന സംഗമ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വെള്ളൂട ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം പൊങ്കാല മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല സമർപ്പണത്തിനായി ദേവി സന്നിധിയിൽ എത്തിയത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലാ കലക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരൻ പുഷ്പഹാരം നൽകി ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനെ സ്വീകരിച്ചു. ജില്ലയിൽ ചുമതലയേൽക്കുന്നത് ഏറെ സന്തോഷത്തോടെയും പ്രതീക്ഷകളോടെയും എന്ന് കലക്ടർ വ്യക്തമാക്കി. കാസർഗോഡ് ജില്ലാ കലക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. രാവിലെ സിവിൽ സ്റ്റേഷനിലെത്തി സ്ഥാനമൊഴിഞ്ഞ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറിൽ നിന്നും ചുമതല ഏറ്റെടുത്തു. കാസർഗോഡ് ഒരുപാട് അവസരങ്ങളുണ്ടെന്നും അതൊക്കെ മനസ്സിലാക്കി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിച്ച ശേഷമായിരിക്കും പുതിയ പദ്ധതികൾക്ക് തയ്യാറെടുക്കുകയെന്നും കലക്ടർ പറഞ്ഞു. കാസർഗോഡ് ജില്ല എന്നുള്ളത് അറിയാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയുള്ള ഒരു ജില്ല തന്നെയാണ്. ഇപ്പം അടുത്ത് തന്നെ വരുന്നത് ഇലക്ഷനാണ്. അപ്പം ഇലക്ഷൻ മികച്ച രീതിയിൽ നടത്താനും ജില്ലയിലെ പ്രശ്നങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ജനങ്ങളെയും എല്ലാവരും കേട്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു യാത്രയിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തൃശൂർ കളക്ടറായിരുന്ന അദ്ദേഹം തിങ്കളാഴ്ച അവിടെ പുതുതായി ചുമതലയേറ്റ കളക്ടർക്ക് അധികാരം കൈമാറിയ ശേഷമാണ് ചൊവ്വാഴ്ച രാവിലെ കാസർഗോഡ് എത്തിയത്. സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരും കളക്ടറേറ്റിലെത്തിയ അദ്ദേഹത്തെ സ്വീകരിച്ചു. സ്ഥാനമൊഴിഞ്ഞ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ പുഷ്പഹാരം നൽകി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനെ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭവന നിർമ്മാണം, വനിതാക്ഷേമം, കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകൾ തുടങ്ങി സർവ്വ മേഖലകൾക്കും ഊന്നൽ നൽകി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബജറ്റ് 126,67,67,040 രൂപ വരവും 100,66,30,000 രൂപ ചിലവും 26,01,37,040 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സോയ കെ അവതരിപ്പിച്ചത്. സമ്പൂർണ്ണ ഭവന നിർമ്മാണം ലക്ഷ്യമാക്കി 6,84,77,600 രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. നെൽകൃഷി വികസനം, ജലസേചന സൗകര്യമൊരുക്കൽ, കുളങ്ങളുടെ നവീകരണം, മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി 3,88,73,500 രൂപയുടെ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്.
ക്ഷീരമേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി 1,40,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ഉൾനാടൻ മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കുവാനും മത്സ്യത്തൊഴിലാളികൾക്ക് വലവാങ്ങൽ പദ്ധതികൾക്കുമായി 13,20,000 രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ABC പദ്ധതിക്കായി 30,00,000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവതീ യുവാക്കളുടെ ഉന്നമനത്തിനായി 9,19,77,600 രൂപയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി 1 കോടി രൂപയും വനിതാക്ഷേമത്തിനായി 3,29,50,000 രൂപയും വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതികൾക്കായി 10,03,00,000 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ അലോപ്പതി പദ്ധതികൾക്കായി 6,26,00,000 രൂപയും ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി 1 കോടി രൂപയും ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 50,00,000 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വയോജന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 72,00,000 രൂപയും ഭിന്നശേഷി വിഭാഗത്തിൻ്റെ ക്ഷേമത്തിന് 1,05,00,000 രൂപയും ഫാം ടൂറിസം പദ്ധതിക്കായി 90,00,000 രൂപയും ജൈവ വൈവിധ്യ പരിപാലന പദ്ധതിക്ക് 2,72,41,500 രൂപയും റോഡ് കെട്ടിട നവീകരണത്തിന് 23 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ നിരവധി പദ്ധതികൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കാസർഗോഡിൻ്റെ സമഗ്ര മേഖലയിലും വികസനവും ജനക്ഷേമവും മുൻനിർത്തിയാണ് ഓരോ പദ്ധതികളും വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് സോയ KK ബജറ്റ് അവതരണത്തിൽ വ്യക്തമാക്കി. വീട് എന്നത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ്. കേരളം 5 ലക്ഷം മനുഷ്യരുടെ സ്വപ്നം ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. സമ്പൂർണ്ണ ഭവന നിർമ്മാണം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയണം. ഇതിനായി 6,84,77,600 രൂപ വകയിരുത്തുന്നു. നല്ലൊരു ശതമാനം ആളുകളും കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ജില്ലയാണ് നമ്മുടേത്. കൂടാതെ 2 കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല കൂടിയാണ് കാസർഗോഡ്. കാർഷിക മേഖലയിൽ എല്ലാത്തരം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും സൗകര്യമൊരുക്കും. PM ധൻ ധാന്യ കൃഷിയോജന പദ്ധതിയുടെ ഭാഗമായി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വിവിധ പദ്ധതികൾ ഏറ്റെടുക്കും. 2026 വനിതാ കർഷക വർഷമാണ്. അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട ബജറ്റ് കൂടിയാണ് ഇത്. നെൽകൃഷി വികസനം, ജലസേചന സൗകര്യമൊരുക്കൽ, കുളങ്ങളുടെ നവീകരണം, മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി 3,88,73,500 രൂപയുടെ പദ്ധതികൾ ഏറ്റെടുക്കുന്നു. മൃത്തിക മണ്ണെറിഞ്ഞുള്ള വളപ്രയോഗത്തിന് ശാസ്ത്രീയ വളപരിശോധന കേന്ദ്രം ക്യാമ്പയിൻ നടത്തുന്നതിന് 2,60,000 രൂപ വകയിരുത്തുന്നു. കേരം തിങ്ങും കേരള നാട് എന്നാണ് കവി പാടിയത്. എന്നാൽ നാളികേരത്തിന്റെ ഉൽപാദനത്തിൽ നമ്മൾ പിന്നിലായിരിക്കുകയാണ്. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നല്ല കായ് ഫലമുള്ള തെങ്ങിൻ തൈ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുക എന്നതാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായി ജില്ലയുടെ തനത് തെങ്ങായ ബേടകം തെങ്ങിന്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യും. അതിനായി 5 ലക്ഷം രൂപയാണ് വകയിരുത്തുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഭരണനിർവഹണ ഉദ്യോഗസ്ഥർ, ജില്ലാ പഞ്ചായത്തിനു കീഴിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും വിവിധ വകുപ്പുകളിലെയും മേധാവികൾ, മുൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ച ബുധനാഴ്ച നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക ബജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ ബജറ്റ് അവതരണം നടത്തി. 2025-30 വർഷത്തെ ആദ്യ വാർഷിക ബജറ്റാണ് അജാനൂർ പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി അവതരിപ്പിച്ചത്. മുൻവർഷത്തെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനും വരും വർഷം നടപ്പാക്കാനുള്ള പദ്ധതികൾ മുൻതൂക്കം നൽകിയുമാണ് ബജറ്റ് അവതരണം നടന്നത്. പഞ്ചായത്ത് പ്രവർത്തനം പുതിയ കാലത്തെ സംവിധാനങ്ങൾക്കനുസരിച്ച് പുതുതായി സ്ഥലം ഏറ്റെടുക്കുന്നതിനും അതിന് അനുസൃതമായിട്ടുള്ള കെട്ടിടം പണിയാനും ബജറ്റിൽ പരാമർശമുണ്ട്. സാംസ്കാരിക രംഗത്ത് ഊന്നൽ നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കും ബജറ്റിൽ ഇടം നൽകിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ പഞ്ചായത്തിനകത്തെ കാർഷിക കൂട്ടായ്മ രൂപീകരിച്ച നെല്ല് ഉൽപാദനം വർദ്ധിപ്പിക്കാനും തരിശുരഹിത പാടമാക്കാനും പഞ്ചായത്തിനകത്തെ നെൽപ്പാടങ്ങളും ജലസ്രോതസ്സുകളും സംരക്ഷിക്കാൻ ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കാനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ ആരോഗ്യ മേഖലയിൽ ആദ്യമായി തയ്യാറാക്കിയ ആരോഗ്യ ഗ്രാമ പദ്ധതി മികച്ച നിലയിൽ നടപ്പിലാക്കാനും ബജറ്റിൽ ഇടം നൽകിയിട്ടുണ്ട്.
സംസ്ഥാനത്ത് ആദ്യമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ച് രോഗികൾക്ക് മിതമായ നിരക്കിൽ സൌകര്യം ഏർപ്പെടുത്തുമെന്നും പരാമർശമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ബജറ്റിൽ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. വനിതാ സംരംഭക വർഷത്തിന്റെ ഭാഗമായ സംരംഭം പ്രോത്സാഹിപ്പിക്കാൻ ബജറ്റിന്റെ ഭാഗമായി 5 ലക്ഷം രൂപ വകയിരുത്തി. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി വയോജന സൌഹൃദ പഞ്ചായത്താക്കുന്നതിന്റെ ഭാഗമായി ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കാൻ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ബജറ്റ് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ നൽകി പ്രകാശനം നിർവഹിച്ചു. പ്രസിഡന്റ് ബജറ്റ് ആമുഖ ഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ ബജറ്റ് അവതരിപ്പിച്ചു. പ്രാരംഭമാക്കി 14,22,22,400 രൂപയാണ്. പ്രതീക്ഷിത വരവ് 49,38,39,439. പ്രതീക്ഷിത ചെലവ് 53,72,28,420. നീക്കിയിരിപ്പ് 10,33,419 രൂപ. ഇതാണ് ബഡ്ജറ്റിന്റെ ആകെ തുക എന്നുള്ള നിലയിൽ സൂചിപ്പിക്കാറുണ്ട്. 2020-21 19,44,08,084 രൂപയായിരുന്നു ആകെ അടങ്കൽ. അതിൽ 9,94,27,548 രൂപ ചെലവഴിച്ചു. 3,07,09,439 രൂപയായിരുന്നു. ജനറൽ വിഭാഗം പദ്ധതി വിഹിതം ഇതിൽ 2,52,62,535 രൂപ ചെലവഴിച്ചു. പട്ടികജാതി വിഭാഗത്തിൽ 29,34,106 രൂപയുടെ പദ്ധതികളാണ് തയ്യാറാക്കിയിരുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK മഞ്ജിഷ, ബ്ലോക്ക് മെമ്പർമാരായ രതീഷ് വെള്ളംതട്ട, K ബിന്ദു, അബ്ദുൽ കരീം, അജാനൂർ പഞ്ചായത്ത് മെമ്പർമാർ, ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട അജാനൂർ വില്ലേജ് ഓഫീസർ KT ജയലക്ഷ്മിയെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആദരിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു. അജാനൂർ പഞ്ചായത്ത് സെക്രട്ടറി NM സുധീർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് പോസ്കോ കേസിൽ അറസ്റ്റിലായ അധ്യാപകനെ 3 വർഷങ്ങൾക്ക് ശേഷം കോടതി കുറ്റവിമുക്തനാക്കി. തെക്കിൽ സ്വദേശി ഗണേശനെയാണ് ഓസ്തുർഗ് പോസ്കോ കോടതി വെറുതെ വിട്ടത്. അറസ്റ്റിലായ അധ്യാപകൻ ജയിലിൽ കഴിഞ്ഞത് 60 ദിവസം. 3 വർഷങ്ങൾക്ക് ശേഷമാണ് അധ്യാപകനെ കുറ്റവിമുക്തനെന്ന് കണ്ടെത്തി കോടതി വെറുതെ വിട്ടത്. പോക്സോ കേസിൽ അറസ്റ്റിലായ അധ്യാപകനെ 3 വർഷങ്ങൾക്ക് ശേഷം കോടതി കുറ്റവിമുക്തനാക്കി. തെക്കിൽ സ്വദേശി ഗണേശനെയാണ് ഹോസ്ദുർഗ് പോക്സോ കോടതി വെറുതെ വിട്ടത്. വിധി പ്രസ്താവിച്ചതിന് പിന്നാലെ കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു. പരവനടുക്കം മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിലെ പ്രധാനാധ്യാപകനായിരുന്നു ഗണേശൻ. 3 കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു ഗണേശനെതിരായ കേസ്. സ്കൂളിലെ ഫണ്ടിൽ അഴിമതിയുണ്ടെന്ന ഗണേശൻ പരാതി നൽകിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ കുട്ടികളെ ഉപയോഗിച്ച് കെട്ടിച്ചമച്ച കേസാണ് ഇതെന്നാണ് ഗണേശൻ ആരോപിക്കുന്നത്. കേസിൽ 60 ദിവസമാണ് ഗണേശൻ ജയിലിൽ കിടന്നത്. കേസിൽ അകപ്പെട്ടതിനു പിന്നാലെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയതായി ഗണേശൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് പള്ളിക്കര പഞ്ചായത്തിലെ പനയാലിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെങ്കല്ലറ കണ്ടെത്തി. മഹാശില സംസ്കാരത്തിന്റെ ചരിത്ര ശേഷിപ്പുകളായ ചെങ്കല്ലറയാണ് കണ്ടെത്തിയ ഗുഹയെന്ന് സ്ഥിരീകരിച്ചു. പനയാൽ കളിങ്ങോത്ത് മീത്തൽ വീട് കൂക്കൽ തറവാടിന് സമീപം M മധുസൂദനൻ നമ്പ്യാരുടെ പറമ്പിലാണ് 2000 വർഷത്തോളം പഴക്കമുള്ള മഹാശിലാ സംസ്കാരത്തിന്റെ ചരിത്രശേഷിപ്പായ ചെങ്കല്ലറ കണ്ടെത്തിയത്.
ഉപയോഗിച്ച മതിൽ നിർമ്മാണത്തിനായി മണ്ണു നീക്കുന്നതിനിടെയാണ് ചെങ്കല്ലറ കണ്ടെത്തിയത്. മഹാശിലാ സംസ്കാര കാലഘട്ടത്തിലാണ് ശവസംസ്കാരത്തിനായി ഭസ്മവും അസ്ഥികളും മറ്റ് വസ്തുക്കളും നിക്ഷേപിച്ച മൺപാത്രങ്ങളും ഇരുമ്പായുധങ്ങളും അടക്കം ചെയ്ത് ചെങ്കല്ലറകൾ നിർമ്മിച്ചിരുന്നത്. ഗുഹ കണ്ടെത്തിയ വിവരം പ്രദേശവാസിയായ ചന്ദ്രൻ പനയാൽ അറിയിച്ചതനുസരിച്ച് സ്ഥലം സന്ദർശിച്ച കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചരിത്ര വിഭാഗം അധ്യാപകനും ചരിത്ര ഗവേഷകരുമായ ഡോക്ടർ നന്ദകുമാർ കൊറോത്ത് എന്നിവർ കണ്ടെത്തിയ ഗുഹ മഹാശിലാ സംസ്കാരത്തിന്റെ ചരിത്രശേഷിപ്പുകളായ ചെങ്കല്ലറകളാണെന്ന് സ്ഥിരീകരിച്ചു. ചെങ്കൽപ്പാറ തുരന്ന് നിർമ്മിച്ച ചെങ്കല്ലറയുടെ വൃത്താകൃതിയിലുള്ള ഉൾഭാഗത്ത് നിന്ന് പുറത്തേക്കുള്ള കവാടം കല്ലുകൊണ്ട് അടച്ചുവച്ച നിലയിലാണുള്ളത്. സാധാരണയായി പടികളോടുകൂടി കാണപ്പെടാറുള്ള ഭാഗം മണ്ണുമൂടിയ നിലയിലാണുള്ളത്. മുകൾ ഭാഗത്ത് വൃത്താകൃതിയിൽ അടച്ചുവയ്ക്കാനാകുന്ന വിധത്തിൽ ഒരാൾക്ക് ഗുഹയിലേക്ക് ഊഴ്ന്നിറങ്ങാൻ പാകത്തിൽ ദ്വാരവുമുണ്ട്. ദ്വാരം അടച്ചുവയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലുകൊണ്ടുള്ള അടപ്പ് JCB മണ്ണ് നീക്കുന്നതിനിടയിൽ പൊട്ടിപ്പോയിരുന്നു. വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള മൺപാത്രങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമായി അടക്കം ചെയ്താണ് ക്രിസ്തുവർഷം 3-ാം നൂറ്റാണ്ടിന് മുൻപ് മഹാശിലാ കാലഘട്ടത്തിലെ മനുഷ്യർ ചെങ്കല്ലറകൾ നിർമ്മിച്ചിരുന്നത്. പനയാലിൽ കണ്ടെത്തിയ ചെങ്കല്ലറയുടെ മുകൾ ഭാഗത്ത് മധ്യത്തിലായി 50 സെന്റിമീറ്റർ വ്യാസത്തിൽ വൃത്താകൃതിയിലുള്ള ദ്വാരമുണ്ട്. 3 അടി ആഴത്തിലുള്ള ദ്വാരത്തിന് താഴെയായി വൃത്താകൃതിയിലാണ് ചെങ്കല്ലറയുള്ളത്. ചെങ്കല്ലറയിൽ നിന്ന് പുറത്തേക്കുള്ള കവാടം അടച്ചുവെച്ച നിലയിലാണുള്ളത്. ചെങ്കല്ലറയുടെ ഉൾഭാഗത്ത് മണ്ണ് നിറഞ്ഞതിനാൽ മൺപാത്രങ്ങൾ കാണാനാകുന്നില്ല. പള്ളിക്കര പഞ്ചായത്തിൽ പനയാൽ വില്ലേജിൽ കൂക്കൽമിത്തിലെ തറവാടിന് സമീപത്തായിട്ടാണ് JCB മൺമാറ്റ ചരിത്ര സ്മാരകം കണ്ടെത്തിയിട്ടുള്ളത്. 2000 കൊല്ലം പഴക്കമുള്ള മഹാശിലാ സ്മാരകവുമായി ബന്ധപ്പെട്ട ഒരു സ്മാരകമാണ് ഇവിടെയുള്ളത്. ചെങ്കല്ലറ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു സ്മാരകം ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തെ വിളിച്ചു പറയുന്ന ഒരു നിധിയാണ്. ഇപ്പോൾ കൂടുതൽ പഠനവിധേയമാക്കുവാൻ വേണ്ടിയിട്ട് പുരാവസ്തു വകുപ്പിൽ ഇടപെടണമെന്നാണ് പറയുവാനായിട്ടുള്ളത്. പ്രാദേശികമായി മുനിയറ, പാണ്ഡവ ഗുഹ, പീരങ്കി ഗുഹ, നിധിക്കുഴി, കൽപ്പത്തായം എന്നീ പേരുകളിലാണ് ചെങ്കല്ലറകൾ അറിയപ്പെടുന്നത്. മഹാശിലാ സ്മാരകങ്ങളായ 10 കുടക്കല്ലുകൾ സമീപ പ്രദേശമായ മുനിക്കല്ല്, കരിപ്പാടകം, കുളത്തൂർ എന്നിവിടങ്ങളിൽ നശിപ്പിക്കപ്പെടാതെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ചരിത്ര സ്മാരകം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ചരിത്ര ഗവേഷകരിൽ നിന്നും മനസ്സിലാക്കിയ പ്രദേശവാസികൾ ചെങ്കല്ലറ സംരക്ഷിക്കുമെന്ന് അറിയിച്ചു. ഇന്നലെ നമ്മൾ ഈ മതിലിൻ്റെ പണിയെടുക്കാൻ വേണ്ടി JCB ഉപയോഗിച്ചിട്ട് മണ്ണ് കളകീറുന്ന സമയത്താണ് പെട്ടെന്ന് കല്ലെല്ലാം JCB ബക്കറ്റിന് താഴേക്ക് വീഴുന്ന ശബ്ദം കേട്ടു. അങ്ങനെ ഞാൻ ഓടി വരുമ്പോൾ JCB ഡ്രൈവർക്ക് ഇതറിയില്ല കാര്യം. ഞാൻ പെട്ടെന്ന് ഒന്നാൾ കല്ലെല്ലാം താഴ്ന്ന് കണ്ടിട്ട് നോക്കുമ്പോൾ ദ്വാരം കണ്ടു, ഈ ഗുഹ മാതിരി. അങ്ങനെ പെട്ടെന്ന് JCB കാരനോട് നിർത്താൻ പറഞ്ഞിട്ട് അവൻ പിറകിലോട്ട് പോയി സൂക്ഷിച്ച് നോക്കുമ്പോഴൊക്കെ അതിനകത്തേക്ക് വലിയൊരു ഹോളായിട്ടാണ് കാണാൻ പറ്റിയത്. അന്നേരം നമ്മൾ തൊട്ട് അടുത്ത് അമ്മയോടെല്ലാം വിവരം പറഞ്ഞു. രാജേട്ടനാണ് ഫസ്റ്റ് ഇവിടെ എത്തിയത്. രാജേട്ടൻ അതുപോലെ തന്നെ ഇളയമേലും വന്നു. ഇളയമോൻ അമ്മയോട് പറഞ്ഞു. അവരെല്ലാം കൊണ്ട് നോക്കി. പിന്നെ അവരുടെ നാട്ടിലേക്ക് എല്ലാവർക്കും അറിഞ്ഞ് എല്ലാവരും നോക്കിയത് തൽക്കാലം ഇതിപ്പോൾ ഇങ്ങനെ ഒരു സംരക്ഷണമായിട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നത്. പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയാൽ ചെങ്കല്ലറയിൽ നിന്ന് ചരിത്ര വസ്തുക്കൾ വീണ്ടെടുക്കാനാകും. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ശോഭന, കാഞ്ഞങ്ങാട് വില്ലേജ് ഓഫീസർ K. രാജൻ, കൂക്കൽ തറവാട് മുൻ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ നായർ, K. പവിത്രൻ, അരുൺ പനയാൽ, C. സന്തോഷ്, K. പ്രകാശൻ, K. തമ്പായിയമ്മ, A. ഭാരതി, A. നളിനി, PC. നാരായണൻ, K. രാഘവൻ, പനയാൽ സ്കൂൾ ജീവനക്കാരൻ K. ബാലകൃഷ്ണൻ എന്നിവരും പനയാൽ സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ സ്ഥലം സന്ദർശിച്ചു. കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട്, ചന്ദ്രവയൽ, പള്ളിപ്പാറ, അരീട്ടപ്പാറ, പോത്താങ്കണ്ടം, പനങ്ങാട്, ഉമ്മിച്ചിപ്പൊയിൽ, തലയടുക്കം, പരപ്പ, ബാനം, ഭീമനടി, പ്ലാച്ചിക്കര, കനിയാൽ, കുറ്റിക്കോൽ, ബങ്കളം, കല്ലഞ്ചിറ, മാവുള്ളച്ചാൽ, നാലിലാം കണ്ടം, മടിക്കൈ, പൈവെളികെ, കാര്യാട്, മൽപ്പച്ചേരി, പുത്തികെ, കോടോത്ത്, കൂടോൽ, മാണിമൂല, കാളാമൂല, കുരങ്ങനാടി, പാത്തടുക്കം എന്നിവിടങ്ങളിൽ നിന്ന് പലപ്പോഴായി ചെങ്കല്ലറകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചെങ്കല്ലറകൾ, കൊടുങ്കല്ലറകൾ, തൊപ്പിക്കല്ലുകൾ, കൊടക്കല്ലുകൾ, നന്നങ്ങാടികൾ, കൽവൃത്തങ്ങൾ, ശിലാചിത്രങ്ങൾ എന്നിവയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇതുവരെ ലഭ്യമായ മഹാശിലാ സ്മാരകങ്ങൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളൂട ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം പൊങ്കാല മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല സമർപ്പണത്തിനായി ദേവീ സന്നിധിയിൽ എത്തിയത്.
ആദിപരാശക്തിയും അഭീഷ്ടവരദായിനിയുമായ വെള്ളുട ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. ആറ്റുകാൽ പൊങ്കാല ദിവസം തന്നെ അതേ ആചാരത്തിലും അനുഷ്ഠാനത്തിലും പൊങ്കാല നിവേദ്യ സമർപ്പണം നടത്തുന്ന ഉത്തര മലബാറിലെ ഏക പ്രധാന ക്ഷേത്രമാണ് വെള്ളുട ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രം. പൊങ്കാല സമർപ്പണത്തിനായി നിരവധി ഭക്തജനങ്ങളാണ് ദേവീ സന്നിധിയിലെത്തിയത്. മഹാഗണപതി ഹോമവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൃഷിയിൽ വിജയ തുടർച്ചയുമായി കോട്ടച്ചേരി ബാങ്ക് ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ DL സുമ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയോടൊപ്പം നിരവധി ജനകീയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച സഹകരണ സ്ഥാപനങ്ങളിലൊന്നായ കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് സംസ്ഥാന സർക്കാരിന്റെ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി അജാനൂർ പഞ്ചായത്ത് കൃഷിഭവനുമായി ചേർന്ന പച്ചക്കറി ഉൽപാദനം എന്ന സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി വേലാശ്വരം തരിശു സ്ഥലത്ത് നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. 3 മാസങ്ങൾക്ക് മുൻപ് ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് കൃഷി ആരംഭിച്ചത്. കയ്പ, പയർ, പച്ചമുളക് തുടങ്ങിയ കൃഷികളാണ് തികച്ചും ജൈവികമായ രീതിയിൽ കൃഷി നടത്തിയത്. മികച്ച വിളവ് ലഭിച്ച കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ DL സുമ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുമായിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പച്ചക്കറി ഉൽപ്പാദന യജ്ഞമാണ്. ആ യജ്ഞത്തിലൂടെ നമ്മൾ സാധിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും, അതായത് സ്ഥാപനങ്ങളിലായാലും സ്കൂളുകളിലായാലും കർഷകരുടെ കൃഷിയിടങ്ങളിലായാലും പൊതു സ്ഥലങ്ങളിലായാലും എല്ലാ സ്ഥലങ്ങളിലും പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ട് ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി KV വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. അജാനൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ സന്തോഷ് കുമാർ ചാലിൽ, കൃഷി അസിസ്റ്റന്റ് മൃദുല മധുസൂദനൻ, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ AK ഗോപാലൻ, സ്ഥലം ഉടമയും ബാങ്ക് മെമ്പറുമായ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി VV ലേഖ സ്വാഗതവും AK ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ പഞ്ചായത്തിലെ EC കിച്ചൺ പദ്ധതി ഗുണഭോക്താവായ നസീമ BM എന്നിവരുടെ ഭവനത്തിൽ വെച്ച് നോമ്പുതുറ ചടങ്ങ് നടത്തി. EC കിച്ചൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ EC കിച്ചൺ പദ്ധതി ഗുണഭോക്താവായ നസീമ BM എന്നിവരുടെ ഭവനത്തിൽ വെച്ചാണ് നോമ്പുതുറ ചടങ്ങ് നടത്തി EC കിച്ചൺ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത്. സ്ത്രീകളുടെ ഈ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച EC കിച്ചൺ പദ്ധതി അജാനൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കി. ഗ്രാമസഭ മുഖേന തെരഞ്ഞെടുക്കുന്ന BPL മാനദണ്ഡങ്ങളിൽപ്പെടുന്ന ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം നൽകുന്നത്. 75,000 രൂപയാണ് അടുക്കള ആധുനികവൽക്കരിച്ച് മെച്ചപ്പെടുത്തുന്നതിന് ആനുകൂല്യമായി ലഭിക്കുന്നത്. തറ, സെറാമിക് ടൈൽ പാകൽ, ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് സ്ഥാപിക്കൽ, MDF കബോർഡ് നിർമ്മാണം, കിച്ചൺ സിങ്ക് സ്ഥാപിക്കൽ, വാട്ടർ ടാങ്ക് നിർമ്മാണം, പ്ലാസ്റ്ററിംഗ്, പെയിന്റിംഗ്, സോഫ്റ്റ് നിർമ്മാണം, ഇലക്ട്രിക് പ്രവൃത്തികൾ, അടുപ്പ് നിർമ്മാണം തുടങ്ങിയവയൊക്കെ ഈ പദ്ധതി മുഖേന ചെയ്യാവുന്ന പ്രവൃത്തികളാണ്. പദ്ധതി മൂലം ആധുനികവൽക്കരിച്ച അടുക്കളയിൽ നിന്നും വീട്ടമ്മയോടൊപ്പം നോമ്പുതുറ വിഭവം സ്വീകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ആരോഗ്യരംഗം വളരുന്നതിനും വേണ്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് EC കിച്ചൺ പദ്ധതി. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഗ്രാമസഭയിൽ വെച്ചുകൊണ്ട് ഒരുപാട് അപേക്ഷകളിൽ നിന്നാണ് 23 വാർഡുകളിൽ നിന്നായി ഓരോ അപേക്ഷകൾ വീതം വാങ്ങുകയും അതിൻ്റെ ഭാഗമായി മാനദണ്ഡങ്ങൾ പരിശോധിച്ച് BPL കാർഡുകളെ കണ്ടെത്തി
അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് ഈസി കിച്ചൺ പദ്ധതി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തത്. ഈ വാർഷിക പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്ന ഈ ഈസി കിച്ചൺ ഈ കഴിഞ്ഞ 21-ാം വാർഡ്, അതായത് ഇപ്പോഴത്തെ പുതിയ വർഷത്തെ 25-30 വർഷക്കാലത്തെ 6-ാം വാർഡ് ഉൾപ്പെടുന്ന വാർഡിനകത്താണ് നസീമ എന്ന് പറയുന്ന അവർക്ക് ഈ ഈസി കിച്ചണിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് നന്നായി ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് ഒരു അടുക്കള സജ്ജീകരിക്കാനും ആധുനിക വൽക്കരണത്തിന്റെ ഭാഗമായി ഒരു മോഡുലാർ കിച്ചൺ എന്ന രീതിയിലേക്ക് അതിനെ സെറ്റ് ചെയ്യാനും വേണ്ടി പറ്റിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാവ്യ TV, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുഞ്ഞാമിനാസി, പഞ്ചായത്ത് മെമ്പർ CP സുബൈർ, അസിസ്റ്റന്റ് സെക്രട്ടറി ഷൈജു T, മുൻ മെമ്പർ ഇർഷാദ്, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരായ രാജേഷ് A, നയനേഷ് PV, പ്രമോദ്, VEO ജിജേഷ്, V ശശീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. VEO ഓഫീസ് മുഖാന്തരമാണ് പദ്ധതി നിർമ്മാണം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കായലെടുക്കം നായാട് മിന്ന തറവാട് കളിയാട്ട മഹോത്സവം സമാപിച്ചു. കരിഞ്ചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി, പഞ്ചുരുളി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. 7-ാം മൈൽ കായലെടുക്കം ഒരു നാടൊന്നാകെ ഒത്തൊരുമിച്ച് ഭക്തിയോടെയും ആചാരാനുഷ്ഠാനങ്ങളോടെയും കൊണ്ടാടിയ ഈ വർഷത്തെ കായലെടുക്കം നാടായി മിന്ന തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. കരിഞ്ചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി, പഞ്ചുരുളി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. സമാപന ദിവസം നിരവധി ആളുകളാണ് തറവാട് സന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രീ നായിഞ്ചേരി കിഴക്കേ വീട് തറവാട് പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് സമാപനം. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ശ്രീ നായിച്ചേരി കിഴക്കേ വീട് തറവാട് പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ സമാപന ദിവസം രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി, ഗുളികൻ, ധർമ്മദേവമായ ഉച്ചൂളിക്കടവത്ത് ഭഗവതി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് തറവാട് സന്നിധിയിൽ കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലാ കലക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു.
സ്ഥാനമൊഴിഞ്ഞ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരൻ പുഷ്പഹാരം നൽകി ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനെ സ്വീകരിച്ചു. ജില്ലയിൽ ചുമതലയേൽക്കുന്നത് ഏറെ സന്തോഷത്തോടെയും പ്രതീക്ഷകളോടെയും എന്ന് കലക്ടർ വ്യക്തമാക്കി. ഭവന നിർമ്മാണം, വനിതാക്ഷേമം, കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകൾ തുടങ്ങി സർവ്വ മേഖലകൾക്കും ഊന്നൽ നൽകി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബജറ്റിൽ 126,67,67,040 രൂപ വരവും 100,66,30,000 രൂപ ചിലവും 26,01,37,040 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സോയ KK അവതരിപ്പിച്ചത്. അച്ചാനൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക ബജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ ബജറ്റ് അവതരണം നടത്തി. കാസർഗോഡ് പോസ്കോ കേസിൽ അറസ്റ്റിലായ അധ്യാപകനെ 3 വർഷങ്ങൾക്ക് ശേഷം കോടതി കുറ്റവിമുക്തനാക്കി. തെക്കിൽ സ്വദേശി ഗണേശനെയാണ് ഓസ്തൂർക്ക് പോസ്കോ കോടതി വെറുതെ വിട്ടത്. അറസ്റ്റിലായ അധ്യാപകൻ ജയിലിൽ കഴിഞ്ഞത് 60 ദിവസം. 3 വർഷങ്ങൾക്ക് ശേഷമാണ് അധ്യാപകനെ കുറ്റവിമുക്തനെന്ന് കണ്ടെത്തി കോടതി വെറുതെ വിട്ടത്. കാസർഗോഡ് പള്ളിക്കര പഞ്ചായത്തിൽ പനയായിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെങ്കല്ലറ കണ്ടെത്തി. മഹാശില സംസ്കാരത്തിന്റെ ചരിത്ര ശേഷിപ്പുകളായ ചെങ്കല്ലറയാണ് കണ്ടെത്തിയ ഗുഹ എന്ന് സ്ഥിരീകരിച്ചു. APCCയുടെ ആഹ്വാനപ്രകാരം യുദ്ധഭീകരതയ്ക്കെതിരെ മനുഷ്യരാശിയുടെ സമാധാനത്തിനായി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ മെഴുകുതിരി തെളിയിച്ചുകൊണ്ട് സമാധാന സംഗമ സദസ്സ് സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സമാധാന സംഗമ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വെള്ളൂട ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം പൊങ്കാല മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല സമർപ്പണത്തിനായി ദേവി സന്നിധിയിൽ എത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.